എല്ലാ വർഷവും ഈസ്റ്ററിന് മുൻപ് മലയാറ്റൂർ പോകാറുണ്ട് കേട്ടോ. അപ്പോൾ ഈ വർഷവും ഞങ്ങൾ പോയത് ഓശാന ഞായറാഴ്ച വൈകിട്ടായിരുന്നേ. ഓശാന ഞായറാഴ്ച ആയതുകൊണ്ടും പിന്നെ ഈസ്റ്റർ കഴിഞ്ഞ് വരുന്ന സൺഡേ ഇവിടെ തിരുനാൾ കൂടിയാണ്. അതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. തോമസ് ലീഹയുടെ ഈ രൂപത്തിൽ പ്രാർത്ഥിച്ചാണ് നമ്മൾ മലകയറ്റം ആരംഭിക്കുന്നത്. ക്രിസ്തുവിന്റെ പീഡാനുഭവ യാത്രയിലെ 14 സന്ദർഭങ്ങൾ ഓർമ്മിപ്പിക്കുന്ന കുരിശടികൾ കാണാം. അവിടെയെല്ലാം പ്രാർത്ഥിച്ചും കുരിശിന്റെ വഴി ചൊല്ലിയുമൊക്കെയാണ് കേട്ടോ മുകളിലെത്തുന്നത്. ഞങ്ങൾ പോയത് രാത്രിയായിരുന്നേ. 10:30 ആയപ്പോഴാണ് മലയുടെ മുകളിൽ എത്തിയത്. അവിടെ എത്തിക്കഴിയുമ്പോൾ ഓരോ മരത്തിലും ഇതുപോലെ വലിയ വലിയ കുരിശുകളൊക്കെ വെച്ചേക്കുന്നത് കാണാം. ഓരോ പള്ളികളിൽ നിന്നും ഗ്രൂപ്പൊക്കെ ആയിട്ട് കൊണ്ടുവന്ന് വെച്ചേക്കുന്നതാട്ടോ ഇത്. മുകളിൽ ചെല്ലുമ്പോൾ അവിടെ ചെറിയൊരു ചാപ്പലൊക്കെ ഉണ്ട്. ഇതിന്റെ ബാക്കിലായിട്ട് പണ്ട് കാട്ടാനകൾ കുത്തിയ പാടുകളൊക്കെ കാണാം. തോമസ് ലീഹയുടെ ചെറിയൊരു രൂപം ഇവിടെ വെച്ചിട്ടുണ്ട്. അതിന് തൊട്ടടുത്തായിട്ടാണ് പുതിയ പള്ളിയും വരുന്നത്. ഇവിടെ വെളുപ്പിന് 3 മണി വരെ കുർബാന ഉണ്ടായിരുന്നു. പള്ളിയുടെ തൊട്ടടുത്തായിട്ടാണ് കിണർ സ്ഥിതി ചെയ്യുന്നത്. വിശുദ്ധ തോമസ് ലീഹ ആ മലയിൽ ധ്യാനിച്ചിരുന്നപ്പോൾ വെള്ളത്തിനായി ആ പാറയിൽ കുത്തിയെന്നും അപ്പോൾ അവിടെ നിന്നും ജലപ്രവാഹം ഉണ്ടായെന്നുമാണ് വിശ്വസിക്കുന്നത്. അത്ഭുത ഉറവ് എന്നാണ് ഇവിടെ പറയുന്നത്. താഴേക്ക് ഇറങ്ങുമ്പോൾ വിശുദ്ധ തോമസ് ലീഹയുടെ പാദമുദ്രകൾ കാണാം. ഈ പാറയിൽ വിശുദ്ധ തോമസ് ലീഹ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പാദമുദ്രകളും കാൽമുട്ടുകളുടെ മുദ്രകളും പതിഞ്ഞിരിക്കുന്നതായി വിശ്വസിക്കപ്പെടുന്നു. ഞങ്ങൾ തിരിച്ച് മലയിറങ്ങിയത് രാവിലെ ഒരു 5 മണിയൊക്കെ ആയപ്പോഴായിരുന്നു. ആ സമയത്തുണ്ടായിരുന്ന ഒരു വ്യൂ ആയിരുന്നു. അത് നല്ല രസമായിരുന്നു കാണാനായിട്ട്. തിരിച്ചിറങ്ങാൻ നേരത്ത് കുറെ കുരങ്ങന്മാരൊക്കെ കണ്ടിട്ടോ. അങ്ങനെ താഴെ ഇറങ്ങി നേർച്ചക്കഞ്ഞി ഉണ്ടായിരുന്നു. അതൊക്കെ കഴിച്ച് പിന്നെ താഴ്ത്തപ്പള്ളിയിലും കയറിയിട്ടൊക്കെയാണ് തിരിച്ചു പോയത്. അപ്പൊ അത്രയ്ക്കുള്ളൂ. ബൈ.